ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡ്. ഇന്ന് നമുക്ക് വളരെ രുചികരമായിട്ടുള്ള സാമ്പാർ തയ്യാറാക്കിയെടുക്കാം കേട്ടോ. നമ്മുടെ സാമ്പാർ തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു അരക്കപ്പ് സാമ്പാർ പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്തിട്ട് നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് സ്റ്റീം അടിച്ചെടുക്കാം. ഞാനിപ്പോൾ സാമ്പാർ പരിപ്പൊക്കെ ഒന്ന് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു 4 സ്റ്റീം അടിച്ചെടുക്കാം കേട്ടോ. നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഈ പരിപ്പ് നല്ലതുപോലെ ഒന്ന് കുക്കായി കിട്ടിയെങ്കിലാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്ന സാമ്പാറിന് നല്ലൊരു കൊഴുപ്പും ടേസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ നമുക്കിതൊരു 4 സ്റ്റീം അടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പരിപ്പ് നല്ല രീതിയിലൊന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനിതിൻ്റെ എയറൊക്കെ പോയതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കിയതാണ്. ഞാൻ നിങ്ങൾക്കിത് കാണിച്ചു തരാം കേട്ടോ. നല്ല രീതിയിൽ തന്നെയാണ് കുക്കായി കിട്ടിയിരിക്കുന്നത്. നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന വെള്ളത്തിൻ്റെ അളവും കറക്റ്റായിരുന്നു കേട്ടോ. നമ്മൾ പരിപ്പ് കുക്ക് ചെയ്യാൻ വെക്കുമ്പോഴത്തേക്കും ഓവറായിട്ട് വെള്ളം ഒഴിച്ച് വെക്കരുത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റീം അടിക്കുന്ന ടൈമിൽ ഇങ്ങനെ ചീറി എല്ലാ സ്ഥലത്തും പരിപ്പിൻ്റെ വെള്ളമൊക്കെ തെറിക്കും. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് ഒരു കറക്റ്റ് അളവിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് സാമ്പാർ കഷ്ണങ്ങൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പടവലങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. സാമ്പാറിന് കഷ്ണങ്ങൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ അല്പം വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ചേർത്ത് കൊടുക്കുന്ന കിഴങ്ങും കായുമാണ്. ഞാനിവിടെ ഒരു സാമ്പാർ കൂട്ട് വാങ്ങിച്ചായിരുന്നു കേട്ടോ. അതിലുണ്ടായിരുന്ന കഷ്ണങ്ങളാണ് ഞാനിപ്പോൾ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ ഒരുപാട് കഷ്ണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ കുറച്ച് വെള്ളരിക്കയും കുമ്പളങ്ങയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് പയറും ക്യാരറ്റുമാണ്. അപ്പം നമ്മുടെ കയ്യിൽ എന്തോരം പച്ചക്കറിയാണോ ഉള്ളത് ആ രീതിയിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഞാനിതിലേക്ക് കുറച്ച് ചുവന്നുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചുവന്നുള്ളി നന്നാക്കിയിട്ട് ഒന്ന് കഴുകിയിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ്. അത് കട്ട് ചെയ്തെടുത്തിട്ടില്ല കേട്ടോ. ചുവന്നുള്ളി മുഴുവനായിട്ട് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 15ഓളം ചുവന്നുള്ളി ഉണ്ട് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 4 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് പീസായിട്ട് മുറിച്ചിട്ട് കൊടുത്തിരിക്കുന്നതാണ്. അതിനുശേഷം ഞാനൊരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒന്ന് നന്നാക്കിയിട്ട് അതും ഒരു പീസായിട്ട് മുറിച്ചിട്ട് കൊടുക്കണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത്ര ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ സാമ്പാർ കൂട്ടൊക്കെ നല്ല രീതിയിലൊന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ നെകക്ക വെള്ളമൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു സ്റ്റീം അടിച്ചെടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ ഈ പച്ചക്കറിയുടെ നെകക്ക വെള്ളമൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു സ്റ്റീം അടിച്ചെടുക്കുക. ഒന്നിൽ കൂടുതൽ സ്റ്റീം അടിച്ചെടുക്കരുത് കേട്ടോ. കാരണം അപ്പോഴത്തേക്കും പച്ചക്കറി നല്ലതുപോലെ അങ്ങ് വെന്തുടഞ്ഞു പോകും. ഒരു സ്റ്റീം അടിച്ചിട്ടെടുക്കാം. നമ്മുടെ സാമ്പാർ കുക്കായി വന്ന ടൈമിൽ നമുക്ക് ഒരു കാര്യം കൂടി ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ സ്റ്റൗവിൽ ഒരു കടായി ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന വെളിച്ചെണ്ണയിൽ നല്ലതുപോലെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന കടുകൊക്കെ നല്ലതുപോലെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 5-6 ഉണക്കമുളകും കൂടി പീസായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വെണ്ടയ്ക്കയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ സാമ്പാർ കഷ്ണങ്ങൾ കുക്ക് ചെയ്യാൻ വെച്ചതിലേക്ക് ഞാൻ വെണ്ടയ്ക്ക ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് ഞാൻ സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം നല്ലതുപോലെ ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീഡിയം സൈസിലുള്ള 2 തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഈ തക്കാളിയും വെണ്ടയ്ക്കയൊക്കെ സാമ്പാറിൽ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും സാമ്പാറിന് പ്രത്യേക ഒരു ടേസ്റ്റും പിന്നെ നമ്മൾ സാമ്പാർ കഷ്ണങ്ങളുടെ കൂടെ ഈ വെണ്ടയ്ക്കയും തക്കാളിയൊക്കെ നമുക്ക് ഒന്ന് കടിക്കാനായിട്ടൊക്കെ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ വെന്തങ്ങോട്ട് ഉടഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മൾ ഇതേപോലെ ഫ്രൈ ചെയ്തിട്ട് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാനിതിൻ്റെ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന പൊടികൾ പെട്ടെന്ന് തന്നെ അങ്ങ് കരിഞ്ഞു പോകും. ഇനിയിപ്പോൾ ഞാൻ ഇതിലോട്ടായിട്ടൊരു 3 ടേബിൾ സ്പൂൺ അളവിൽ സാമ്പാർ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡ് എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. അതിൻ്റെ കൂടെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കുകയും കൂടി ചെയ്യണം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഇതിലോട്ടായിട്ടൊരു 3/4 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന പൊടിയും തക്കാളിയും വെണ്ടയ്ക്കയെല്ലാം നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സായി കിട്ടുന്നത് പോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം.
ഇപ്പോൾ എല്ലാം കൂടി നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതിൻ്റെ ഫ്ലെയിം ഓൺ ആക്കണ്ട കേട്ടോ. അതിനുശേഷം നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സാമ്പാർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ മുഴുവൻ സാമ്പാറും നമ്മൾ ഇതിലോട്ടായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് മുമ്പായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ സാമ്പാർ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ടൈമിൽ നമുക്കിതിൻ്റെ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഉപ്പ് ഒരല്പം കുറവായിട്ടാണ് കേട്ടോ തോന്നുന്നത്. ഞാനിതിലേക്ക് കുറച്ച് വാളംപുളി പിഴിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വാളംപുളി എടുത്തിട്ടൊന്ന് ചൂടുവെള്ളം ഒഴിച്ചിട്ട് പിഴിഞ്ഞെടുത്തിരിക്കുന്നതാണ് കേട്ടോ. പുളിയുടെ അളവൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ കറിയിൽ പൊതുവേ പുളി കുറച്ചായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് പുളി നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർത്ത് കൊടുക്കാൻ പറഞ്ഞത് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കറിയിൽ ടോട്ടൽ ഞാൻ 2 ടീസ്പൂൺ അളവിലാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് കറി ജസ്റ്റ് ഒന്ന് തിളച്ച് കിട്ടിയാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിലെല്ലാം സാമ്പാർ തയ്യാറാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇനി സാമ്പാർ വെക്കുന്ന ടൈമിൽ ഈ രീതിയിലേക്ക് ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്കത് ഇഷ്ടമാവും. അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കണ്ട കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ഈ സാമ്പാർ കാണാൻ നല്ലൊരു ഭംഗിയില്ലേ? കണ്ടോ, ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നണില്ലേ? നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ നമുക്ക് വ്യത്യസ്തം രുചികരമായി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.